നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ സൈനികപരമായും മറ്റും പല മേഖലകളിലും അത്ഭുതകരമായ ഒരു വളർച്ചയാണ് തുർക്കി എന്ന രാജ്യത്ത് ഉണ്ടായത്. സാമ്പത്തികപരമായി വളരെ വലിയ മുന്നേറ്റം നടത്തുവാൻ തുർക്കിക്ക് സാധിച്ചു. കൂടാതെ സൈനികപരമായി ശക്തിയിലും ടെക്നോളജിയിലും തുർക്കി വളരെ വലിയൊരു വളർച്ച നേടി. സൈനികപരമായി ആയുധ നിർമ്മാണ രംഗത്ത് തുർക്കി വളരെ വലിയൊരു മുന്നേറ്റം നടത്തി. തദ്ദേശീയമായി തുർക്കി വളരെ മികച്ച ആയുധങ്ങൾ നിർമ്മിക്കുവാൻ തുടങ്ങി. ഇതിൽ തീർച്ചയായും എടുത്തു പറയേണ്ടത് തുർക്കിയുടെ UAV അഥവാ ഡ്രോണുകളെ കുറിച്ചാണ്. UAV എന്നാൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, ആളില്ലാതെ സഞ്ചരിക്കുന്ന വിമാനങ്ങളെയാണ് ഡ്രോണുകൾ എന്ന് പറയുന്നത്. ഡ്രോണുകൾ ഇന്ന് പല വിധത്തിൽ പല മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു ഡ്രോണാണ് മിലിറ്ററി ഡ്രോണുകൾ. ആധുനിക യുഗത്തിന്റെ ഒരു വേർഷനാണ് ഡ്രോണുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൾനാശമില്ലാതെ ശത്രുവിന്റെ പാളയത്തിൽ ചെന്ന് ശത്രുവിനെ നശിപ്പിക്കുവാൻ ദൂരെയിരുന്ന് നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ന് സാധിക്കുന്നതാണ്. ഇന്ന് ലോകത്തിലെ പല വികസിതമായ രാജ്യങ്ങളുടെ പക്കലും അത്യാധുനികമായ ഡ്രോൺ ടെക്നോളജി ഉണ്ട്. അത്തരത്തിൽ വളരെ മികച്ച ഡ്രോൺ ടെക്നോളജി കൈവശമുള്ള ഒരു രാജ്യമാണ് തുർക്കി ഇന്ന്. ലോകത്ത് ഇന്ന് വളരെ മികച്ച ഡ്രോണുകൾ നിർമ്മിക്കുന്ന അമേരിക്ക, ചൈന, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ഇന്ന് തുർക്കിയുടെ പേരും എഴുതപ്പെട്ടിരിക്കുകയാണ്. കാരണം അത്രത്തോളം വളരെ മികച്ച ഡ്രോണുകളാണ് ഇന്ന് തുർക്കി എന്ന രാജ്യം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. തുർക്കിയുടെ ഈ ലോകപ്രസിദ്ധമായ ഡ്രോണുകളുടെ പേര് ബൈറക്താർ എന്നാണ്. ഈ സീരീസിൽ ഒരുപാട് ഡ്രോണുകൾ തുർക്കി ഇന്ന് നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ അക്സാങ്കാർ തുടങ്ങി മറ്റ് ഡ്രോണുകളും തുർക്കി നിർമ്മിക്കുന്നുണ്ട്. ഇന്ന് പോളണ്ട്, ഉക്രൈൻ, റൊമേനിയ തുടങ്ങി നാറ്റോ രാജ്യങ്ങളടക്കം ഏകദേശം 30ഓളം രാജ്യങ്ങൾ തുർക്കിയുടെ പക്കൽ നിന്നും ഈ ഡ്രോണുകൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴിതാ ബംഗ്ലാദേശും മാൽദീവ്സും ഈ ഡ്രോണുകൾ വാങ്ങിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തുർക്കിഷ് ഡ്രോണുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചെന്നാൽ വളരെ വിലക്കുറവും എന്നാൽ വളരെ മികച്ചതുമാണിവ. ഏകദേശം $5 മില്യൺ തുടങ്ങി $10 മില്യൺ വരെയാണ് തുർക്കിഷ് ബൈറക്താർ ഡ്രോണുകളുടെ വില. എങ്ങനെയാണ് തുർക്കിക്ക് ഡ്രോൺ ടെക്നോളജിയിൽ ഇത്രയധികം വലിയൊരു മുന്നേറ്റം നടത്തുവാൻ സാധിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ ഒരാളുടെ തലയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് സെൽഷക് ബൈറക്താർ. തുർക്കിയുടെ ഡ്രോണുകളുടെ പിതാവ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. കൂടാതെ തുർക്കിയുടെ പ്രസിഡന്റായ റജബ് തയ്യിബ് എർദോഗന്റെ മകളുടെ ഭർത്താവ് കൂടിയാണ് ഇയാൾ. തുർക്കി ഇന്നൊരു ഡ്രോൺ പവർ ആയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച തല എന്ന് പറയുന്നത് സെൽഷക്കിൻ്റെതാണ്. കൂടാതെ സെൽഷക്കിന്റെ സഹോദരനായ ഹലൂക് ബൈറക്താറിൻ്റെതും. സെൽഷക് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരുന്നു. 2 വർഷത്തിന് ശേഷം പെൻസിൽവാനിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് സെൽഷക് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. തുടർന്ന് തൻ്റെ പിതാവിൻ്റെ കമ്പനിയായ ബേക്കർ മെക്കീന ഏറ്റെടുത്ത് നടത്തി. ഇത് ഓട്ടോമൊബൈൽ കമ്പോണൻസ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയായിരുന്നു. കമ്പനി പിന്നീട് ഡ്രോൺ ടെക്നോളജിയിലേക്ക് ഫോക്കസ് ചെയ്തു. തദ്ദേശീയമായി മികച്ച ഡ്രോണുകൾ നിർമ്മിക്കുന്നതിന് കമ്പനി റിസർച്ചുകൾ ആരംഭിച്ചു. ബേക്കർ കമ്പനി കൂടാതെ ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസ് അടക്കം മികച്ച ഡ്രോണുകൾ നിർമ്മിക്കുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് വർഷങ്ങളുടെ ശ്രമഫലമായാണ് തുർക്കിക്ക് വളരെ മികച്ച ഡ്രോണുകൾ നിർമ്മിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. 2022 ഏകദേശം $4.4 ബില്യൺ ആണ് തുർക്കിക്ക് ഡ്രോൺ കയറ്റുമതിയിലൂടെ ലഭിച്ചത്. ഇതിൻ്റെ കൂടെ തുർക്കിയുടെ ബാക്കി ആയുധ കയറ്റുമതിയും കൂടെ കൂട്ടുകയാണെങ്കിൽ ഏകദേശം $10 ബില്യൺ ആണ് തുർക്കിക്ക് ലഭിച്ചത്. കണക്കുകൾ അനുസരിച്ച് ആയുധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഏകദേശം 2000ഓളം കമ്പനികളാണ് ഇന്ന് തുർക്കിയിൽ പ്രവർത്തിക്കുന്നത്. ലിബിയയിലും സിറിയയിലും ഇറാഖിലുമായി തുർക്കിയുടെ ഡ്രോണുകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും അസർബൈജാൻ അർമേനിയ യുദ്ധത്തെ തുടർന്നാണ് തുർക്കിയുടെ ഡ്രോണുകൾ ലോകപ്രസിദ്ധമായത്. തുടർന്ന് 2019-2021 കാലയളവിൽ തുർക്കി അമേരിക്കയും ഇസ്രായേലിനെയും പിന്തള്ളി ലോകത്ത് ഏറ്റവും അധികം ഡ്രോണുകൾ വിൽക്കുന്ന രാജ്യമായി മാറി. ഒരു സമയത്ത് ഡ്രോൺ ടെക്നോളജിയിൽ വളരെയധികം മുന്നിട്ട് നിന്നിരുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് അത് അമേരിക്കയും ഇസ്രായേലുമായിരുന്നു. എന്നാൽ ഈ ഇരു രാജ്യങ്ങളുടെയും ഡ്രോണുകൾക്ക് വലിയ വില നൽകണമായിരുന്നു. തുർക്കിയുടെ ഡ്രോണുകൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഡ്രോണുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വിലക്കുറവും എന്നാൽ മികച്ചതുമായിരുന്നു. എന്നതുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഡ്രോണുകളെക്കാൾ മികച്ചതാണ് എന്ന് അർത്ഥമില്ല. തുർക്കിയുടെ ഡ്രോണുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രോണുകളാണോ എന്ന ചോദ്യത്തിന് അവയുടെ 1-2 മോഡലുകൾ വളരെ നല്ലതാണ് എന്ന ഉത്തരമാണ് നൽകുവാൻ സാധിക്കുക. ഇന്ന് ഈ ലോകത്ത് ഡ്രോൺ ടെക്നോളജിയിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അത് ചൈനയാണ്. തുർക്കിയുടെ ഡ്രോണുകൾ ഇന്ത്യക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതാണ്: തങ്ങൾ യുദ്ധം നടത്തി ലാഭമുണ്ടാക്കുന്നവരല്ല, മാത്രമല്ല 2 ചേരിയിലുള്ള രാജ്യങ്ങൾക്ക് ഒരേ സമയം ആയുധങ്ങൾ നൽകില്ല എന്നാണ്. കാരണം പാകിസ്ഥാന് തുർക്കി തങ്ങളുടെ ബൈറക്താർ ഡ്രോണുകൾ നൽകിയിട്ടുണ്ട്, അതിനാൽ ഇന്ത്യക്ക് നൽകുവാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞത് തുർക്കിയുടെ ഒരു മന്ത്രിയാണ്. എന്നാൽ ഇന്ത്യ ഒഫീഷ്യലായി തുർക്കിയുടെ പക്കൽ നിന്നും ഡ്രോണുകൾ വാങ്ങുവാൻ തീരുമാനിച്ചിട്ടില്ല. പകരം അമേരിക്കയുടെ പക്കൽ നിന്നും MQ-9 റീപ്പർ എന്ന ഡ്രോൺ ഏകദേശം $3.3 ബില്യൺ വാങ്ങിക്കുവാൻ ഇന്ത്യ ധാരണയായിട്ടുണ്ട്.
വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നന്ദി.